PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പരിഷ്കരിച്ചു. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പരിഷ്കരിച്ചു. PSC അംഗങ്ങളുടെ അമിത ശമ്പളത്തിന് പിന്നാലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിലും ആനുകൂല്യത്തിലും വൻ വർധന. PSC ചെയർമാന്റെയും 20 അംഗങ്ങളുടെയും ശമ്പളം 3,80,000 എത്തിച്ചത്. ധനധൂർത്ത് കോളടിച്ചവർ വാരിക്കോരി ശമ്പളം. ഇതൊക്കെയാണ് 2 ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ PSC ചെയർമാനും PSC അംഗങ്ങൾക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു. സംസ്ഥാനം ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇവർക്ക് എന്തിനാണ് ശമ്പളം കൂട്ടിക്കൊടുത്തത്? ന്യായമായ ചോദ്യം. എന്നാൽ നമ്മുടെ സർക്കാരല്ല ശമ്പളം കൂട്ടിയത്. നാഷണൽ ജുഡീഷ്യൽ പേ കമ്മീഷൻ ആണ് ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത്, അല്ലാതെ സംസ്ഥാന സർക്കാരല്ല. ശമ്പളം എത്രയാണ്? NJPC ആണ് ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത്. ഈ സ്ഥാനങ്ങൾ ഭരണഘടനാ പദവിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും PSC ചെയർമാൻമാർക്ക് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായ ശമ്പളം നൽകണമെന്നാണ് NJPCയുടെ ഉത്തരവ്. 2016 മുതൽ മുൻകാല പ്രാബല്യം നൽകിയാകണം വർധന നടപ്പാക്കാനെന്നാണ് പേ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഈ ഉത്തരവിന് 2016 മുതൽ പ്രാബല്യം നൽകേണ്ടി വരുമോ? എങ്കിൽ വിരമിച്ച PSC ചെയർമാൻമാർക്കും അംഗങ്ങൾക്കും ഇപ്പോൾ ഉള്ളവർക്കും വലിയ കുടിശ്ശിക സംസ്ഥാനം നൽകേണ്ടി വരില്ലേ? ഇല്ല. മുൻകാല പ്രാബല്യം ഇതിൽ നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ച സർക്കാർ 2025 ഫെബ്രുവരി മുതലുള്ള NJPC ഉത്തരവാണ് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് നടപ്പാക്കാൻ സർക്കാർ അനാവശ്യമായ ധൃതി കാണിച്ചെന്ന് ആരോപണമുണ്ടല്ലോ. തീർത്തും അടിസ്ഥാനരഹിതമായ ദുർവ്യാഖ്യാനമാണിത്. ശമ്പള ആനുകൂല്യ വർധനയെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞ വർഷം സർക്കാർ V വേണുവിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അന്ന് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഡോക്ടർ വേണു നൽകിയ റിപ്പോർട്ട് വിശദമായി പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ സർക്കാർ ക്യാബിനറ്റ് യോഗത്തിൽ PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പള വർധന നിശ്ചയിച്ച് ഉത്തരവായത്. അല്ലാതെ സർക്കാർ പെട്ടെന്ന് തീരുമാനിച്ചെടുത്ത ഒന്നല്ല ഇതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക.